തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഉണ്ടെന്ന് വെളിപ്പെടുത്തി നടൻ ഷൈൻ ടോം ചാക്കോ. അടുത്തിടെയാണ് നടൻ ഫഹദ് ഫാസിൽ തനിക്ക് നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ADHD എന്ന അവസ്ഥയുള്ള കാര്യം വെളിപ്പെടുത്തിയത്. ഫഹദിന് പിന്നാലെ നടൻ ഷൈൻ ടോം ചാക്കോയും തനിക്ക് ADHD ഉണ്ടെന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അഭിമുഖങ്ങളിലും ഓഫ് സ്ക്രീനിലുമെല്ലാം ആവേശകരമായ പെരുമാറ്റത്തിന് പേരുകേട്ട ഷൈൻ അടുത്തിടെയാണ് ADHDയുടെ ക്ലിനിക്കൽ രോഗനിർണയം സ്വീകരിച്ചത്. ADHD ഉള്ള ആളാണ് ഞാൻ. ADHD കിഡാണ്. പണ്ടേ അത് തിരിച്ചറിഞ്ഞ കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നാണ്. ഈ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നതിൽ നിന്നാണ് ആക്ടർ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിരുന്നാൽ മതിയല്ലോ. എല്ലാവരിലും അതിൻ്റെ ചെറിയൊരു അംശമുണ്ട്. നമ്മൾ പുറത്തു പോകുന്നതും വസ്ത്രം ധരിക്കുന്നതുമെല്ലാം ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അതിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും ADHD ഉള്ളവർക്ക്. അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ADHD ഉള്ള ഒരാൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണമെന്നായിരിക്കും. മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാവാൻ ശ്രമിക്കും, പെർഫോം ചെയ്യും. ഇതൊക്കെ ഡിസോർഡറായിട്ട് പുറത്തുള്ളവർക്ക് തോന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ADHD എന്നത് ഏറ്റവും നല്ല ഗുണമാണ്. കറ നല്ലതാണെന്ന് ചിലർ പറയാറില്ലേ. ADHD എനിക്ക് വളരെ ഗുണകരമാണ്, ഷൈൻ പറഞ്ഞു. സാധാരണ കുട്ടികളിലാണ് നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ADHD കാണാറുള്ളത്. അപൂർവമായാണ് ഈ അവസ്ഥ മുതിർന്നവരിൽ കാണപ്പെടാറുള്ളത്. എന്താണ് ADHD? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ഇമ്പൾസീവായി പ്രവർത്തിക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയാണ് ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക, വളരെ വേഗം അസ്വസ്ഥനാവുക, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക, ഒന്നിലധികം കാര്യങ്ങളിലടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വളരെ പെട്ടെന്ന് ബോറടിക്കുക, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത അവസ്ഥ, വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം, വിട്ടുവീഴ്ച മനോഭാവക്കുറവ്, അടങ്ങിയിരിക്കാത്ത പ്രകൃതം, നിർത്താതെയുള്ള സംസാരം, ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക, അലസത, ഭയം, വിഷാദം എന്നിവയൊക്കെയാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ.